പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റർ നോർമൽ ഡിഫൈൻ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് ഇൻ എൽ ഓഫ് ആർ എൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് എൽ ഓഫ് ആർ എൻ? What is L of Rn? It is a set of all linear operators from Rn to Rn. ഈ L of Rn നമ്മളൊരു നോർമൽ ഡിഫൈൻ ചെയ്തു. അതാണ് ഓപ്പറേറ്റർ നോർം. ഫോർ ആൻ എലമെന്റ് ക്യാപിറ്റൽ A in L of Rn, norm of A equal to supremum of norm of A of x, such that x varies in Rn and norm x less than or equal to 1. അതാണ് എൽ ഓഫ് ആർ എന്നിലെ നോർമൽ. അതുപയോഗിച്ച് നമ്മളൊരു മെട്രിക് ഡിഫൈൻ ചെയ്തു എൽ ഓഫ് ആർ എന്നിൽ. ഫോർ എ ആൻഡ് ബി ഇൻ എൽ ഓഫ് ആർ എൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈക്വൽ ടു നോർം ഓഫ് എ മൈനസ് ബി. ദെൻ ദാറ്റ് ഡി ഈസ് എ മെട്രിക് ഓൺ എൽ ഓഫ് ആർ എൻ. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. നമ്മൾ ഇനി പഠിക്കാൻ പോണത് ഇൻവെർട്ടിബിൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഇൻ എൽ ഓഫ് ആർ എൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് തരം സെറ്റ് ആയിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സെറ്റ് നോൺ എം ടി ആണോ? അതായത് എൽ ഓഫ് ആർ എനിൽ. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഇൻവെർട്ടിബിലിറ്റി? ഇൻവെർട്ടിബിലിറ്റി ഓഫ് ആൻ എലമെന്റ് എ ഇൻ എൽ ഓഫ് ആർ എൻ മീൻസ് there exists A inverse in L of Rn, another element denoted by A inverse in L of Rn, such that A inverse equal to identity equal to A inverse A. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എനെ ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാം. എ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സും ഇൻവെർട്ടിബിൾ ആവും. ആൻഡ് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എ ആയിരിക്കും. ആൻഡ് ഈസ് എൽ ഓഫ് ആർ എൻ നോൺ എം ടി? അതായത് ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ഒരു എലിമെന്റ് എങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഇൻഡീഡ്. ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഈസ് ദർ ഫ്രം ആർ എൻ ടു ആർ എൻ. ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ വിത്ത് ഐ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഇറ്റ് സെൽഫ്. ഇത് നോൺ എം ടി ആണ്. Now let it, so theorem, let omega denote the set of all invertible linear operators on Rn. ഈ ഒമേഗ നോൺ എം ടി സബ്സെറ്റ് ആണ്. So you choose A from omega and another B in L of Rn, such that norm of B minus A is less than 1 by norm of A inverse. ഇവിടെ A inverse ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ A inverse നോൺ സീറോ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നോർം ഓഫ് A inverse നോൺ സീറോ ആണ്. So 1 by norm of A inverse makes sense. So B is an operator in L of Rn such that norm of B minus A is less than 1 by norm of A inverse. അതായത് ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള എയിൽ നിന്ന് ബി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ കിടക്കുന്നത് എത്ര ദൂരത്തിനുള്ളിലാണ്? 1 by norm of A inverse ഡിസ്റ്റൻസിനുള്ളിലാണ് കിടക്കുന്നത്. Then B is also invertible. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലെയിം. രണ്ടാമത്തെ ക്ലെയിം എന്ന് പറഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷൻ ദാറ്റ് ഫോർംസ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ദി മെട്രിക് സ്പേസ് എൽ ഓഫ് ആർ എൻ ആൻഡ് ദ മാപ്പിംഗ് ഇൻവേർഷൻ എ ഗോയിങ് ടു എ ഇൻവേഴ്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഒമേഗ. സോ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിന്റെ പ്രൂഫാണ്. So A inverse, A is invertible, so A inverse is non-zero, and I am putting alpha equal to 1 by norm of A inverse. Alpha equal to 1 by norm of A inverse, and beta equal to norm of B minus A. Then this condition says that beta is less than 1 by norm of A inverse, or beta less than alpha. Beta less than alpha.
Now you take any x in Rn. You take any x in Rn and look at alpha times norm of x. Now A is invertible and A inverse A equal to identity. So here you put ix instead of x and replace for I by A inverse of A. So alpha times norm of x is equal to alpha times norm of A inverse A of x. That is less than or equal to alpha into norm of A inverse into norm of A of x. Why is this? Why is this inequality? Because already you have studied that the operator norm has a certain property. It satisfies an inequality which is very important, and I said at that time that we will be using that inequality many times. So what was that inequality? You remember? Norm of A of x is less than or equal to norm A times norm x. ആ ഇനീക്വാളിറ്റിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ, ഇത് ലീനിയർ ഓപ്പറേറ്റർ. സോ നോർം ഓഫ് എ ഇൻവേഴ്സ് ടൈംസ് ദാറ്റ് വെക്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു norm of A inverse into norm of that vector. So ആ inequality നമ്മൾ ഇനിയും യൂസ് ചെയ്യും. So I got this. Now what was alpha? It was 1 by norm of A inverse. So alpha into norm of A inverse is 1. So this much is 1. So the above expression becomes equal to norm of A of x. Okay, now you subtract and add b. So here you write, instead of A you write A minus b plus b. So you will get A minus b of x plus b of x. So I have here norm of A minus b of x plus b of x less than or equal to norm of A minus b of x plus norm of b of x by property of norm using the triangle inequality. And here look at this norm of A minus b times x. Again use that inequality on operator norm. So you will get less than or equal to norm of A minus b into norm of x. But norm of A minus b is precisely your beta. So beta times norm x plus norm of b of x. So this is what I have got. Alpha times norm x less than or equal to beta times norm x plus norm of b of x. So bring this term to the left side. So you will get alpha minus beta times norm x less than or equal to norm of b of x for all x in Rn. I have started with an arbitrary x in Rn. So mark this as 1. Now alpha minus beta is greater than 0. So the left side is greater than or equal to 0. So right side also must be greater than or equal to 0. What I have to show? I have to show B is invertible. Right? I have to show B is invertible. So it's enough to show B is 1 1, because rank-nullity theorem says that a linear operator is 1 1 if and only if it is on to if and only if it is invertible. Now how do you show B is 1 1? Assume that B of x is equal to 0, then norm of B of x is equal to 0. So the right side is equal to 0, but the left side is greater than or equal to 0. But already this is greater than 0. So norm x must be equal to 0. That happens if and only if x is equal to 0. So bx equal to 0 implies x equal to 0 precisely says that B is 1 1. B is 1 1 is equivalent to saying B is invertible. So if B is an operator lying within a distance 1 by norm of A inverse from A, which is invertible.
that A is invertible. Then we concluded that B is also invertible. So this proves the first part of the theorem. Now we prove the second part. So in 1 you replace x by B inverse y. Why you can replace? Because 1 holds for all x in Rn. So in particular you choose a y in Rn and look at B inverse y. Remember B is invertible. So B inverse exists. So replace 1 by B inverse y instead of x. So what I will get? Norm of A minus B times norm of B inverse y less than or equal to norm of B times B inverse of y. Just let me take the slides once again. So this is what we have got. Norm of alpha minus beta times norm of B inverse of y less than or equal to norm of B inverse of y, but this is identity, so it is norm y for all y in Rn. So now bring this alpha minus beta to the right side. So what I will get? Norm of B inverse of y less than or equal to 1 by alpha minus beta times norm of y for all y in Rn, which is again less than or equal to 1 by alpha minus beta for all y in Rn with norm y less than or equal to 1. So what I have got, I have not written here. Norm of B inverse of y is less than or equal to 1 by alpha minus beta for all y in Rn with norm y less than or equal to 1. So 1 by alpha minus beta is an upper bound for norm of B inverse of y, where y varies in Rn, norm y less than or equal to 1. But what is the least upper bound of that set? That is precisely the operator norm of B inverse. So what is the relation between least upper bound and upper bound? Least upper bound less than or equal to any other upper bound. So norm of B inverse, which is the least upper bound, is less than or equal to 1 by alpha minus beta. That's what this step is. So I have just written by property of operator norm. We got this. This is also important. We will be using this. Now write B inverse minus A inverse. Remember, A was assumed to be invertible and we proved B is invertible. So look at B inverse minus A inverse. So write this as B inverse B A inverse minus, write this as B inverse B A inverse. So here I will repeat, write B inverse as B inverse B A inverse, and here I will replace this as B inverse B A inverse. Now you take B inverse out in the left side and A inverse out in the right side. So you can write this as B inverse into A minus B into A inverse. Okay, is it clear to you? You write one more step in between, as I said. Therefore, now take the operator norm. Norm of B inverse minus A inverse equal to operator norm of B inverse into A minus B into norm of A inverse. But there was another inequality which we have learned, and that was given as an exercise. What was that? Norm of a product is less than or equal to product of the norms. Norm of AB less than or equal to norm A into norm B. Use that thing, so you will get norm of this less than or norm of the whole right side less than or equal to norm of B inverse into norm of A minus B into norm of A inverse. Okay. Now norm of B inverse is less than or equal to 1 by alpha minus beta, that is here
norm of A minus B is my beta, that is in the numerator, and norm of A inverse is 1 by alpha, right? So I got the product is less than or equal to beta divided by alpha into alpha minus beta. Now what I have to show, A going to A inverse is a continuous mapping. അതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇൻവേർഷൻ ഈസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ്. അതായത് ഇഫ് ബി ഈസ് ക്ലോസ് ടു എ ദെൻ ബി ഇൻവേഴ്സ് ഈസ് ക്ലോസ് ടു എ ഇൻവേഴ്സ്. ഇതാണ് കണ്ടിന്യൂറ്റി പറയുന്നത്. ഇൻവേർഷൻ ഈസ് കണ്ടിന്യൂസ് മീൻസ് വാട്ട് ഐ ഹാവ് ടു ഷോ, if B is close to A, then I have to show B inverse is close to A inverse. So B is close to A means norm of A minus B is small, but norm of A minus B is precisely my beta. So as B tends to A, beta will tend to 0. Once beta tends to 0, what happens to the right side? Right side tends to 0 divided by alpha into alpha minus 0. That means precisely 0. So as B tends to A, right side tends to 0. But the left side is always greater than or equal to 0. So this quantity is squeezed in the left side by 0 and in the right side also by 0. So this quantity also must tend to 0. That means B inverse tends to A inverse. So if B tends to A, then B inverse tends to A inverse. Therefore the inversion is continuous. One more part was there. What was that? Omega is an open subset of L of Rn. Why is that? It follows from part 1, because I have to show in omega every point is an interior point. So A is my arbitrary point of omega, and I have found out a disk centered at A of radius 1 by norm of A inverse. That disk also entirely lies inside omega. I have taken a B from that disk, and finally I proved that B is invertible, B is in omega. So that disk centered at A and radius 1 by norm of A inverse lies completely inside omega. Therefore A is an interior point of omega, but A was an arbitrary point of omega, so omega is an open subset of L of Rn. So this is the proof. Hope you understood.